വലിയ പൊട്ടിത്തെറികൾക്ക് നടുവിൽ നിൽക്കുകയാണ് പിണറായി വിജയൻ. പുറത്തേക്ക് കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. മൂന്നാം ഊഴം ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയതോടെ മുന്നണിയിലെ പാർട്ടികൾ തലപൊക്കി കഴിഞ്ഞു. ഇതിന്റെ അലയൊലികൾ മറ്റ് പാർട്ടികളെയും ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിനെ. വാർത്താ സമ്മേളനം നടത്തി ജോസ് LDFനൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ അതിനുമപ്പുറം പാർട്ടിയിലെ നേതാക്കന്മാർ വട്ടം നിന്നതോടെയാണ് ജോസ് നിലപാട് മാറ്റിയത്. 4 MLA-മാരാണ് ജോസിനെ വട്ടം പിടിച്ചത്. പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കളത്തുങ്കൽ മാത്രമാണ് ജോസിനൊപ്പം നിന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കം പിണറായി പക്ഷത്തേക്ക് മാറിയതോടെ ജോസ് ഒറ്റപ്പെട്ടു എന്ന് കാണാൻ സാധിക്കും. അതിനിടെ ജോസ് കെ മാണി വിഭാഗത്തിൽ കടുത്ത അസംതൃപ്തി പുകയുകയാണെന്നും പ്രമുഖ നേതാക്കളും അണികളും മുന്നണി വിടാൻ തയ്യാറെടുക്കുകയാണെന്നുമുള്ള വാർത്തകൾ ശരിവെക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫ്. ജോസ് കെ മാണി വിഭാഗത്തിൽ അതൃപ്തിയുള്ളവർ നിലപാട് വ്യക്തമാക്കി പുറത്തു വരണമെന്നും UDF അവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്നുമുള്ള മോൻസ് ജോസഫിന്റെ പ്രതികരണം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത്. LDF മുന്നണിയിൽ ജോസ് കെ മാണി വിഭാഗം വലിയ പ്രതിസന്ധിയിലാണെന്ന് മോൻസ് ജോസഫ് തുറന്നു പറയുന്നു. എന്നാൽ ആരെയും ചാക്കിട്ട് പിടിക്കാൻ തങ്ങളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവർക്ക് സ്വയം നിലപാടുകൾ വ്യക്തമാക്കി പുറത്തുവരാം. ജോസ് കെ മാണി വിഭാഗത്തിലെ പലർക്കും ഇപ്പോഴത്തെ മുന്നണി നിലപാടിലും LDFിലെ അവഗണനയിലും കടുത്ത അമർഷമുണ്ടെന്നത് ഒരു രാഷ്ട്രീയ വസ്തുതയാണെന്ന് മോൻസ് ജോസഫ് ഓർമ്മിപ്പിച്ചു. UDFനെ ശക്തിപ്പെടുത്തുന്ന ഏതു നീക്കത്തിനും ജോസഫ് വിഭാഗം പിന്തുണ നൽകുമെന്ന നിലപാടിലേക്ക് അദ്ദേഹം മാറിയത് ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ UDF വിപുലീകരണത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ പശ്ചാത്തലത്തിൽ ജോസഫ് വിഭാഗത്തിന്റെ ഈ നിലപാട് മാറ്റം UDFന് വലിയ കരുത്ത് നൽകുന്നതാണ്. ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് അതൃപ്തരായി പുറത്തുവരുന്നവരെ ജോസഫ് വിഭാഗത്തിൽ ലയിപ്പിച്ച് UDFന്റെ ഭാഗമാക്കാനാണ് കോൺഗ്രസും ലക്ഷ്യമിടുന്നത്. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ UDFന് കൂടുതൽ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കും. ജോസ് കെ മാണി ഇപ്പോൾ പാലായിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്കിൽ ഇടുകയും പിന്നീട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്ത പോസ്റ്റിൽ ഇടതുപക്ഷം എന്ന വാക്ക് ആദ്യം മറന്നുപോയത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആശയക്കുഴപ്പത്തിന്റെ തെളിവാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. LDFിൽ ജോസ് കെ മാണി വിഭാഗത്തെ പിടിച്ചു നിർത്താൻ CPM നേതാക്കൾ ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ താഴെത്തട്ടിലുള്ള നേതാക്കൾ പരസ്യമായി പ്രതികരിക്കുന്നത് തടയാൻ ജോസ് കെ മാണി കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ജനുവരി 16 നടക്കാനിരിക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നിന്ന് അത്യന്തം നാടകീയമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്.